സോ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് കട്ടക്കലിപ്പിലാണ്. അതായത് ബ്രോ എവിടെ iQOO Neo 10 എന്ന ഫോൺ എവിടെ, എന്താണ് അൺബോക്സിങ് ഇടാത്തത്, ഫോൺ എങ്ങനെയുണ്ട്, എല്ലാവരും പറയുന്ന പോലെ പെർഫോമൻസ് ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുന്നുണ്ടോ, ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈവൻ ഇൻസ്റ്റാഗ്രാമിൽ വരെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ഈ ഒരു iQOO Neo 10 ഒരു ക്രൗഡ് ഫേവറേറ്റ് ഫോണായി മാറിയിരിക്കുകയാണ്. സോ നിങ്ങൾ ഓൾറെഡി അൺബോക്സിങ് കണ്ടല്ലോ, ഞാൻ വിചാരിച്ചു വീണ്ടും ഒരു അൺബോക്സിങ് വേണ്ട, ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അങ്ങ് ചെയ്ത് കളയാം. സോ അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഈ ഫോൺ 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ള ഈ ടൈറ്റാനിയം ക്രോം ആൻഡ് ഒരു ഡ്യുവൽ ടോൺ ഇൻഫെർണോ റെഡ് കളർ ഓപ്ഷൻ വരുന്നുണ്ട്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ ടൈറ്റാനിയം ക്രോം കുറച്ചും കൂടി ക്ലാസി ലുക്കിലാണ് വരുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ബോൾഡ് കളേഴ്സ് കാര്യങ്ങൾ, അതായത് ഡ്യുവൽ ടോൺ ഇൻഫെർണോ റെഡ് കളർ ഓപ്ഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും അതും ചെക്കൗട്ട് ചെയ്യാം. ഈ ഫോൺ ബോക്സിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ ഒരു ദേജാവു ഫീലിംഗ് ആയിരുന്നു. ദേജാവു എന്ന് പറയുമ്പോൾ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ആ ഒരു ഫീലിംഗ്. അതായത് ഇതിന്റെ ബാക്കിലുള്ള ഈ ക്യാമറ മോഡുകളിൽ കറക്റ്റ് iQOO 13 ക്യാമറ മോഡലുമായിട്ട് സാമ്യമുള്ള ക്യാമറ മോഡലാണ്. ഓക്കെ, അതായത് ഐ തിങ്ക് ഇതാണ് iQOOയുടെ ട്രേഡ് മാർക്ക് ഡിസൈൻ. അതായത് നമുക്ക് മറ്റ് ബ്രാൻഡുകൾ തിരിച്ചറിയാൻ പറ്റുമല്ലോ, അതുപോലെ തന്നെ ഇപ്പം iQOOയുടെ ഫോണുകളും ദൂരെ നിന്ന് കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. ഈ ഫോൺ കംപ്ലീറ്റ് പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് ബിൽഡിലാണ് വരുന്നത്. സോ ഫോണിന്റെ ബാക്ക് പാനൽ ആണെങ്കിലും ഫ്രെയിം ആണെങ്കിലും പ്ലാസ്റ്റിക് ബിൽഡിലാണ് വരുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഗ്ലാസിന്റെ ബാക്കും മെറ്റൽ ഫ്രെയിം ഒക്കെ കിട്ടും. പക്ഷേ ഈ ഫോൺ കൊണ്ടുവരുന്ന മറ്റ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ചും പെർഫോമൻസും ബാറ്ററി ബാക്കും, അത് വെച്ച് നോക്കുമ്പോൾ ഐ എം ഓക്കെ വിത്ത് ദ ബിൽഡ്. ഫോണിന് ചുറ്റുമുള്ള ഫ്രെയിം ഉണ്ടല്ലോ, അത് ഫ്ലാറ്റ് ഫ്രെയിം ആണ്. പക്ഷേ ബാക്ക് പാനൽ ഇങ്ങനെ സൈഡിൽ നിന്ന് മേളിൽ നിന്ന് കർവായി വരുന്നതുകൊണ്ട് ഫോൺ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. 208 ഗ്രാം ആണ് വെയിറ്റ്, 8.09 mm ആണ് തിക്നെസ്. സോ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന 7000 mAh ഗജ M1 ബാറ്ററിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ iQOO പറയുന്നതനുസരിച്ച് ഇത്രയും വലിയ ബാറ്ററിയുമായിട്ട് വരുന്ന സ്ലിമസ്റ്റ് ഫോണാണ്. ഓക്കെ, സോ ഞാൻ കുറേ നേരം ഗെയിമിംഗ് കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഹെവി ആയിട്ട് തോന്നുന്നില്ല. പിന്നെ IP65 റേറ്റിംഗുമായാണ് വരുന്നത്. യെസ്, ഈ പ്രൈസിൽ നമുക്ക് IP68 IP69 റേറ്റിംഗ് വരുന്നുണ്ട്. IP65 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളത്തിന്റെ സ്പ്ലാഷ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ മഴ, ഈ നമ്മുടെ മഴ നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഫോൺ നിങ്ങൾക്ക് മുക്കിയെടുക്കാൻ പറ്റില്ല. പിന്നെ IP68 ആണെങ്കിലും 69 ആണെങ്കിലും മുക്കിയെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അറിയാലോ, വാട്ടർ ഡാമേജ് വന്നാൽ സ്വയം പൈസ കൊടുത്ത് റിപ്പയർ ചെയ്യിപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല അടിപൊളി വീഡിയോസ് മിസ് ചെയ്യേണ്ടി വരും. സോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ iQOO Neo 10 ആണ് Qualcomm Snapdragon 8S Gen 4 ചിപ്സെറ്റുമായി ഇന്ത്യയിലേക്ക് വരുന്ന ദി ഫസ്റ്റ് ഫോൺ. കിടിലൻ ചിപ്സെറ്റ് ആണ്. അതായത് iQOOന് നോർമലി ഏത് ചിപ്സെറ്റ് ഇട്ട് കൊടുത്താലും അവർ നല്ലോണം ട്യൂൺ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് iQOO. പക്ഷേ ഇത്തവണ ഇത്രയും നല്ലൊരു ചിപ്സെറ്റ് വന്നിരിക്കുന്നതുകൊണ്ട് iQOO അടിപൊളിയായിട്ട് ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന 4 റാം സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. എല്ലാ വേരിയൻസിലും LPDDR5X അൾട്രാ റാം ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ 8GB 128GB വേരിയന്റ് ഉണ്ടല്ലോ, അതിലുള്ള സ്റ്റോറേജ് UFS 3.1 ആണ്. ബാക്കി എല്ലാ വേരിയൻസിലും UFS 4.1 സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി പൈസ ആഡ് ചെയ്ത് പിന്നെ ഓഫേഴ്സ് ഒക്കെ ഈടാക്കിയിട്ട് നിങ്ങൾക്ക് 8GB 256GB കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. 21 ലക്ഷത്തിന് മേളിലുള്ള AnTuTu സ്കോർ ആണ് ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞില്ല, അമേസിംഗ് ചിപ്സെറ്റ് ആണ്. ചിപ്സെറ്റ് മാത്രമല്ല, കൂടെ കൊടുത്തിരിക്കുന്ന LPDDR5X അൾട്രാ റാം ആൻഡ് UFS 4.1 സ്റ്റോറേജ്, ഇതെല്ലാം വന്നു ചേരുന്നതുകൊണ്ടാണ് ഇത്രയും ഹൈ AnTuTu സ്കോർ കിട്ടുന്നത്. ഞാൻ ഗീക്ക് ബെഞ്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അവിടെയും വളരെ നല്ല സ്കോറാണ് തരുന്നത്. ത്രോട്ട്ലിംഗ് ആണെങ്കിലും ഈ ചിപ്സെറ്റിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആണ് കിട്ടിയത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല രീതിയിലാണ് iQOO ഈ ഒരു ചിപ്സെറ്റിനെ ട്യൂൺ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ബെഞ്ച് മാർക്ക് സ്കോർസ് ആണ്. പ്രാക്ടിക്കൽ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അവിടെയും ഞെട്ടിപ്പിക്കുന്ന പെർഫോമൻസ് ആണ്. അതായത് നമുക്ക് BGMI ഔട്ട് ഓഫ് ദ ബോക്സ് ഓബ്വിയസ്ലി 120 FPS, അതായത് അൾട്രാ എക്സ്ട്രീം സെറ്റിംഗ്സ് അൺലോക്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. വളരെ സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടുന്നത്. അതായത് പറക്കുന്ന ഫീലാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള കാരണം 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് കൂടിയായിരിക്കും. അതായത് നമ്മൾ ഗൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്നുണ്ട്, നല്ലൊരു സ്മൂത്ത്നെസ് ആണ് കിട്ടുന്നത്. ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്ത 120 FPS BGMI സപ്പോർട്ട് ചെയ്യുന്ന ഫോൺസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്റ്റേബിൾ FPS, അതായത് ഏറ്റവും ബെസ്റ്റ് FPS സ്റ്റെബിലിറ്റി എനിക്ക് ഇവിടെയാണ് കിട്ടിയത്. ഓക്കെ, 120 FPS പറയുന്നുണ്ടെങ്കിലും കറക്റ്റ് 120 FPS കിട്ടൂലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ആവും. പക്ഷേ ഒരു ആവറേജ് FPS നോക്കുകയാണെങ്കിൽ 115 116 FPS ആവറേജ് ആയിട്ട് കിട്ടുന്നുണ്ട്. ദാറ്റ് ഇസ് വെരി നൈസ്. പ്രത്യേകിച്ചും ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല സ്റ്റേബിൾ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഈവൻ CODയിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ഗെൻഷൻ ഇമ്പാക്റ്റിനെ കളിച്ച് നോക്കിയിരുന്നു, അവിടെയും നിങ്ങൾക്ക് ഈസിലി 58-59 FPS സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ബെഞ്ച് മാർക്ക് ടെസ്റ്റ് റൺ ചെയ്തപ്പോഴും പിന്നെ എക്സ്റ്റെൻസീവ് ഗെയിമിംഗ് ചെയ്തപ്പോഴും ഓവർ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഒരുപാട് ഹീറ്റിംഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള വാംത്ത് എന്തായാലും ഇവിടെ വരുമല്ലോ, കാരണം ആ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യണമല്ലോ. ഇതിൽ കൊടുത്തിരിക്കുന്ന 7000 mm² വേപ്പർ കൂളിംഗ് ചേംബർ സംവിധാനമൊക്കെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. അങ്ങനെ ഓവർ ഹീറ്റിംഗ് ഒന്നും എൻ്റെ യൂസിൽ ഞാൻ ഫേസ് ചെയ്തില്ല. പിന്നെ നോർമലി iQOO ഫോൺസിൽ വരാറുള്ള ഒരു ലോഡ് ഫീച്ചറുമായി വരുന്ന ആ
ഒരു ഗെയിം ബാർ ഉണ്ടല്ലോ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് 4D ഗെയിം വൈബ്രേഷൻ, ഇ സ്പോർട്സ് മോഡ്, വോയിസ് ചേഞ്ചർ, പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഡെഡിക്കേറ്റഡ് ഐക്യൂടെ തന്നെ Q1 ചിപ്പ് ഉണ്ട്. സോ ഈ ഒരു Q1 ചിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന ഗെയിം സൂപ്പർ റെസൊല്യൂഷന്റെ ഫീച്ചർ വരുന്നത്. അതായത് കുറച്ചും കൂടി ഹൈ റെസൊല്യൂഷൻ ഗെയിം കളിക്കാൻ പറ്റും. ഈ കാണുന്ന ഗെയിം ഫ്രെയിം ഇന്റർപോളേഷൻ ഫീച്ചർ സ്വിച്ച് ഓൺ ചെയ്താൽ ഈ 120 FPS ഫ്രെയിം റേറ്റ് നിങ്ങൾക്ക് അപ് ടു 144 FPS വരെ പുഷ് ചെയ്യാൻ പറ്റും. പിന്നെ ബൈപാസ് ചാർജിങ്ങിന്റെ ഫീച്ചർ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇൻബിൽഡ് FPS ട്രാക്കറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ 30,000-35,000 രൂപയുടെ പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു iQOO Neo 10 എന്ന ഫോൺ ചെക്ക് ഔട്ട് ചെയ്യാം. പിന്നെ ഹെവി പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഗെയിമിംഗ് മാത്രമല്ല. ഓക്കെ, സോ ഗെയിമിങ്ങിന് വേണ്ടി വാങ്ങിക്കാം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഹെവി വീഡിയോ എഡിറ്റിംഗ്, അതായത് 4K വീഡിയോ എഡിറ്റിംഗ്, ഫിൽറ്റേഴ്സും പിന്നെ അതിൻ്റെ കൂടെ ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന 8s Gen 4 ചിപ്സെറ്റും ഫാസ്റ്റ് ആയ റാമും സ്റ്റോറേജ് ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. Android 15 ബേസ് ചെയ്തിട്ടുള്ള FunTouchOS 15 ആണ് വരുന്നത്. 3 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റിന്റെ പ്രോമിസ് iQOO ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ് ഒന്നും വരുന്നില്ല. സോ ദാറ്റ് ഇസ് നൈസ്. അതൊക്കെ അവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ചില തേർഡ് പാർട്ടി ഗെയിംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഈ ഡെയിലി ബ്ലോക്ക് ബസ്റ്ററും പിന്നെ ഈ നമ്മുടെ ബബിൾ ഷൂട്ടർ പോലുള്ള ഗെയിംസ് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഗൂഗിൾ ജെമിനി ഉണ്ട്, സർക്കിൾ ടു സെർച്ച്, പിന്നെ ഇമേജ് ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന മാജിക് മൂവ് ഫീച്ചർ, ലൈവ് കോൾ ട്രാൻസ്ലേഷൻ, പിന്നെ ഒരു ഫോട്ടോയിൽ നിന്ന് അനാവശ്യമായ കാര്യം എടുത്ത് മാറ്റാൻ സഹായിക്കുന്ന AI എറേസ് ഫീച്ചർ, പിന്നെ ഒരു പുതിയ AI എക്സ്പാൻഡർ ഫീച്ചറും വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഫോട്ടോയുടെ ചുറ്റുമുള്ള ഫ്രെയിം സൈസ് ഉണ്ടല്ലോ, ആ ഫ്രെയിം സൈസ് നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടാൻ പറ്റും. ഇത് കണ്ടില്ലേ. പിന്നെ വിവോയുടെ ഡയലർ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് സൈലന്റ് കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. 6.78 ഇഞ്ച് സൈസുള്ള 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആംബുലൻസ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഈ ഡിസ്പ്ലേക്ക് അപ് ടു 144 Hz വരെ റിഫ്രഷ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ നോർമൽ UI എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ, അവിടെ നമുക്ക് മാക്സിമം 120 Hz വരെയാണ് കിട്ടുന്നത്. പക്ഷേ ഞാൻ കാണിച്ചില്ല ആ ഒരു ഗെയിമിംഗ് 144 Hz ചില ഗെയിംസിൽ മാത്രം. ഞാൻ കാണിച്ചു തന്നില്ല ആ ഒരു ഗെയിം ഫ്രെയിം ഇന്റർപോളേഷൻ. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്താൽ ചില ഗെയിംസിൽ നിങ്ങൾക്ക് 144 Hz റിഫ്രഷ് റേറ്റ് കിട്ടും. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. സോ പലരും താഴെ കമന്റ് ബോക്സിൽ പറയാറുണ്ട് എന്താണ് ബ്രോ എല്ലാ ബ്രാൻഡുകൾ ഇപ്പം കേർവ്ഡ് മാത്രമേ ഇറക്കുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേസ് ഇഷ്ടമാണെങ്കിൽ ഈ ഡിസ്പ്ലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം വളരെ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് കണ്ടില്ലേ, നല്ല മിനിമം ബെസൽസ് ആണ്. പിന്നെ iQOO ഈ ഒരു ഡിസ്പ്ലേ ഉള്ള കളേഴ്സ് ഒക്കെ വളരെ നല്ലോണം കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. അത് യൂട്യൂബിൽ മാത്രമല്ല നെറ്റ്ഫ്ലിക്സിലും ഈവൻ ആമസോൺ പ്രൈമിലും ഈ HDR സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സ്കോട്ട് സെൻസേഷൻ അപ്പ് ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് സ്ക്രീൻ പ്രൊട്ടക്ടറും iQOO കൊടുത്തിട്ടുണ്ട്. 5500 നിറ്റ്സിൻ്റെതാണ് പീക്ക് ബ്രൈറ്റ്നസ്. സോ ഐ തിങ്ക് ഈ പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി മോസ്റ്റ് ബ്രൈറ്റസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ബ്രൈറ്റ് ഡിസ്പ്ലേ ആയിരിക്കും ഈ iQOO Neo 10 ഉള്ളത്. അടിപൊളി ബ്രൈറ്റ്നസ് ആണ്. അതായത് ഇൻഡോർ ഔട്ട്ഡോർ എവിടെ കൊണ്ടുപോകാൻ, അതായത് ഡയറക്റ്റ് സൺലൈറ്റ് ആണെങ്കിലും ഇതിന്റെ ഡിസ്പ്ലേ ഉള്ള എല്ലാം നിങ്ങൾക്ക് വളരെ ഈസിലി വായിച്ചെടുക്കാൻ പറ്റും. സോ നല്ല ഔട്ട്ഡോർ വിസിബിലിറ്റി ഉണ്ട്. 4320 Hz PWM ഡിമ്മിങ്ങും ഈ ഒരു ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഈ രാത്രി സമയങ്ങളിൽ, അതായത് ഇരുട്ടുള്ള മുറിയിൽ പുതപ്പിൻ്റെ അടിയിൽ വീഡിയോസ് കാണലും പിന്നെ ഗെയിം കളിക്കലൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നിങ്ങൾക്ക് ഇറിറ്റേഷൻ അല്ലെങ്കിൽ തലവേദന വരില്ല. നല്ല വോളിയം ഉള്ള സ്പീക്കേഴ്സ് ആണ്. കുറച്ചും കൂടി ബേസ് വേണ്ടിയിരുന്നത്, അതായത് ട്രെബിൾ ആണ് കൂടുതൽ. സോ നിങ്ങൾക്ക് ഭയങ്കര ബേസ് ഉള്ള റിച്ച് സൗണ്ട് വേണമെങ്കിൽ ഇവിടെ കിട്ടൂല. മറിച്ച് നിങ്ങൾക്ക് ഒരുപാട് വോളിയം മതിയെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സ്റ്റീരിയോ പെർഫോമൻസിൽ, അതായത് സ്റ്റീരിയോ സ്പീക്കർ പെർഫോമൻസിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഇതിൽ കൊടുത്തിരിക്കുന്ന 7000 mAh മാസീവ് ബാറ്ററി ഉണ്ടല്ലോ, അത് അമേസിംഗ് ബാറ്ററി ബാക്കപ്പ് ആണ് തരുന്നത്. നമ്മൾ നോർമലി പൊതുവേ ചെയ്യാറുള്ള ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതായത് ഈ OTT പ്ലാറ്റ്ഫോംസിൽ സിനിമ കാണുക, യൂട്യൂബിൽ വീഡിയോ കാണുക, ഷോർട്സ്, ഇൻസ്റ്റാഗ്രാം വീഡിയോ റെക്കോർഡിംഗ്, വാട്സാപ്പ് വീഡിയോ കോൾ, അതെല്ലാം ഞാൻ 1 മണിക്കൂർ വീതം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ 7 മണിക്കൂറിന്റെ ഇന്റൻസീവ് ടെസ്റ്റിന് ശേഷം 37% ബാറ്ററി ഇനിയും ബാക്കി ഉണ്ടായിരുന്നു. സോ ഒരു ഓവറോൾ സ്ക്രീൻ ഓൺ ടൈം നോക്കുകയാണെങ്കിൽ 10:30, 10:45, ഈവൻ 11 മണിക്കൂർ വരെയുള്ള സ്ക്രീൻ ഓൺ ടൈം ഇതിന്റെ 7000 mAh ബാറ്ററി തരുന്നുണ്ട്. ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഫുൾ ടൈം ഗെയിമിംഗ് ആണെങ്കിൽ പെട്ടെന്ന് തീരും. അതല്ല നോർമൽ കാഷ്വൽ യൂസ് ഒക്കെ ആണെങ്കിൽ ഈസിലി 1.5 ദിവസം വരെ കിട്ടും ബാറ്ററി ബാക്കപ്പ്. ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ യൂസേജ്. പിന്നെ ബോക്സിൽ 120 വാട്ടിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ചാർജർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഈസിലി 40 മിനിറ്റ് അല്ലെങ്കിൽ 3/4 മണിക്കൂറിന്റെ ഉള്ളിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചാർജർ PD ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ചാർജറാണ്. സോ നിങ്ങളുടെ കയ്യിൽ PD ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന മറ്റു ഫോൺസോ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ലാപ്ടോപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഈ ഒരു ചാർജർ വെച്ച് ആ പറഞ്ഞ ഡിവൈസുകളും ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. 50 മെഗാ പിക്സലിന്റെ സോണി IMX882 സെൻസറുള്ള മെയിൻ ക്യാമറ ആൻഡ് 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് ക്യാമറയാണ് തന്നിരിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ തീർച്ചയായിട്ടും ടെലിഫോട്ടോ ക്യാമറ ഉള്ള
ഫോൺസ് വരാറുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ ഉദ്ദേശം ക്യാമറ അല്ല, പെർഫോമൻസ് ആണ്. എന്നാലും ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ വെച്ച് ഐക്യു നല്ല റിസൾട്ടാണ് തരുന്നത്. അതായത് വിവോയുടെ ആ ഒരു പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, ഭയങ്കര ഐ പ്ലീസിങ്, കളർഫുൾ, സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ്, അത്തരത്തിലുള്ള ഒരു റിസൾട്ടാണ് ഇവിടെ കിട്ടുന്നത്. പ്രത്യേകിച്ചും ഹ്യൂമൻ സബ്ജക്ട്സിന്റെ ഫോട്ടോസ് എടുക്കുമ്പോൾ സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. പോർട്രേറ്റ് സൂം ലെവൽസ് നോക്കുകയാണെങ്കിൽ 1x, 1.5x ആൻഡ് 2x. ഒന്നുകൂടെ കാണിച്ചു തരാം. 1x, 1.5x ആൻഡ് 2xൽ സൂം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മെയിൻ ക്യാമറ സെൻസർ വെച്ച് ക്രോപ്പ് ചെയ്തെടുക്കുന്ന സൂം ഫോട്ടോസ് ആണ്. റിസൾട്ട് നല്ലതാണ്, നല്ല സ്കിൻ ടോൺ ഒക്കെ വരുന്നുണ്ട്. അൾട്രാവൈഡ് ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന ഫോട്ടോസിലുള്ള കളേഴ്സ് നൈസ് ആണ്. അതായത് മെയിൻ ക്യാമറയിലുള്ള അതേ കളേഴ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് ആയതുകൊണ്ട് അത്രയും ഡീറ്റെയിൽസ് പ്രതീക്ഷിക്കേണ്ട, ഇത്രേ കിട്ടുള്ളൂ. പിന്നെ ഞാൻ നൈറ്റ് ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിയിരുന്നു. ഡീസൻറ്റ് നൈറ്റ് പ്രോസസ്സിംഗ് ആണ്. റിസൾട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ഇതിലുള്ള 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന ഫോട്ടോസും ഇസ് വെരി വെരി നൈസ്. അതായത് നോർമലി ഐക്യു ആൻഡ് വിവോ ഫോൺസിന്റെ സെൽഫി പെർഫോമൻസ് നല്ലതായിരിക്കും. ഇവിടെ നല്ലതാണ്, നല്ല സ്കിൻ ടോൺ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും എല്ലാം നല്ലോണം വരുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ ആയിട്ടും ഇതിന്റെ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും വെച്ച് നമുക്ക് 4K at 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ റിയർ ക്യാമറ വെച്ച് 4K 60 FPS എടുക്കുമ്പോൾ നല്ല സ്റ്റേബിൾ വീഡിയോസ് ആണ് കിട്ടുന്നത്. കണ്ടില്ലേ, വലിയ കുലുക്കം കാര്യങ്ങളൊന്നുമില്ല, നല്ല സ്റ്റേബിൾ വീഡിയോസ് കിട്ടുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റിയും നല്ലതാണ്, സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. ഇതിന്റെ സെൽഫി ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന 4K 60 FPS സാമ്പിൾസ് കാണാം. നല്ല ഔട്ട്പുട്ടാണ് കിട്ടുന്നത്, നല്ല കളേഴ്സ് ഉണ്ട്, സ്കിൻ ടോൺ ഒക്കെ നല്ലതാണ്. പക്ഷേ സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടില്ല. നോർമലി വിവോ ഐക്യു ഫോൺസിൽ ഈ സ്റ്റഡി ഫേസിന്റെ ഒരു ഫീച്ചർ വരാനുണ്ട്, ഇവിടെ അത് കൊടുത്തിട്ടില്ല. സോ നിങ്ങൾ 4K എടുത്താലും 1080p എടുത്താലും കുലുക്കം ഉണ്ടാകും, കാരണം സ്റ്റെബിലൈസേഷൻ ഇല്ല. ഈ ഫോണിന്റെ സെൽഫി ക്യാമറ വെച്ച് വ്ളോഗിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഫോൺ നല്ല സ്റ്റഡി ആയിട്ട് പിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ജിമ്പിൾ വാങ്ങിക്കേണ്ടി വരും. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോണിന് ചുറ്റും 24 ആന്റിനാസ് ഐക്യു ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ എങ്ങനെ പിടിച്ചാലും ഇങ്ങനെ എങ്ങനെ പിടിച്ചാലും നല്ല റിസപ്ഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. എൻ്റെ പേഴ്സണൽ യൂസിലും അങ്ങനെ എനിക്ക് റിസപ്ഷൻ, അതായത് 5G സ്പീഡ് കുറയുന്നു അല്ലെങ്കിൽ റിസപ്ഷൻ കിട്ടുന്നില്ല, കോൾ ഡ്രോപ്പ്, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. ഇപ്പോൾ ഉള്ള ഫോണുകളൊക്കെ ഭയങ്കര അടിപൊളിയാണ് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ. ഇവിടെ 16 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. സോ കണക്ടിവിറ്റി സ്പീഡൊക്കെ പക്കയായിരുന്നു. Wi-Fi 7, Bluetooth 5.4 വേണ്ടിയുള്ള സപ്പോർട്ട് ഉണ്ട്. പിന്നെ IR ബ്ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെയല്ല, ഇവിടെ ക്യാമറ മോഡ്യൂളിലാണ്. ഓക്കെ, സോ നിങ്ങൾ AC അല്ലെങ്കിൽ TV ഒക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യേണ്ടി വരും. അതായത് ഇത് അങ്ങോട്ട് പോയിന്റ് ചെയ്ത് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഓക്കെ ആണ്. അതായത് ഡെഡിക്കേറ്റഡ് മോട്ടോർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ജിങ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അല്ല, ഡെഡിക്കേറ്റഡ് മോട്ടോർ ഉണ്ട്. എന്നാൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. അത് കുറച്ചും കൂടി ഒരു സ്ട്രോങ് അല്ലെങ്കിൽ കുറച്ചും കൂടി ടൈറ്റ് ഹാപ്റ്റിക്സ് ഞാൻ പ്രതീക്ഷിച്ചു. നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. ആൻഡ് ഫൈനലി ഐക്യു അവരുടെ ഫോണിൽ നമ്മൾ പറഞ്ഞു ഫൈനലി ഐക്യു അവരുടെ ഫോണിൽ NFC തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറ്റും. ഈ ഫോണിന്റെ സ്റ്റാർട്ടിംഗ് 8GB 128GB ഓഫർ പ്രൈസ് ആണ് 29,990 രൂപ. സോ ഐക്യുടെ നിയോ സീരീസിന്റെ ഒരു ലെഗസി ഉണ്ടല്ലോ, ഓർമ്മ ഉണ്ടല്ലോ, ഐക്യു നിയോ 6 നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നമ്മുടെ ആ ഒരു വീഡിയോ കണ്ട് ആ ഫോൺ വാങ്ങിച്ചിരുന്നു. ഒരുപാട് പേര് നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് പറഞ്ഞത്. സോ നിങ്ങളും ഐക്യു നിയോ അല്ലെങ്കിൽ പൊതുവെ ഐക്യു ഫോൺസ് യൂസർ ആണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. സോ ആ ഒരു ലെഗസി ഉണ്ടല്ലോ, ഐക്യു നിയോ 6 സീരീസ്, നിയോ 7 സീരീസ്, നിയോ 9, ഇപ്പോൾ നിയോ 10. തീർച്ചയായിട്ടും ഈ നിയോ 10 സീരീസ് ആ ഒരു ലെഗസിനെ വളരെ നല്ലോണം മുന്നോട്ട് കൊണ്ടുപോകും ഫോർ ഷ്യൂർ. കാരണം ഈ 30-35 രൂപയുടെ പ്രൈസ് റേഞ്ച് ഉണ്ടല്ലോ, ആ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു വാല്യൂ ഫോർ മണി പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ് ഈ ഐക്യു നിയോ 10. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെക്കൗട്ട് ചെയ്യാം. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് signing off. Bye bye.